ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? KG ശങ്കരപിള്ള. അപ്പം എഴുത്തച്ഛൻ പുരസ്കാരം എന്തിനാണ് നൽകുന്നത്? സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? KG ശങ്കരപിള്ള. അപ്പം നമുക്ക് ഒരു വർഷം ബാക്കിലുള്ളതുകൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? NS മാധവനാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവാരാണ്? സന്തോഷ് കുമാറാണ് കേട്ടോ. അപ്പോൾ 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവാരാണ്? സന്തോഷ് കുമാറാണ്. കൃതി ഏതാണ്? നോവൽ ഏതാണ്? തപോമയുടെ അച്ഛൻ കേട്ടോ. അപ്പോൾ 2025 കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്താണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള നമുക്ക് ഈ പഴയ 90s കിഡ്സിന് ഞാൻ പറയുന്നത് കണക്റ്റ് ആവുമായിരിക്കും. അതായത് നമുക്ക് ഈ 90s കിഡ്സിനൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു വയലും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു എസ്തെറ്റിക് ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടത്തില്ല, ഒരു സന്തോഷം വരത്തില്ലേ? അത് വെച്ച് കണക്ട് ചെയ്തോളൂ. 2025 നമ്മൾ വയലിൽ കൂടെ നടക്കുമ്പോൾ എന്താണ് നമുക്ക് സന്തോഷം കിട്ടും. വയലിൽ കൂടെ നടക്കുമ്പോൾ സന്തോഷം കിട്ടും. അപ്പോൾ 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവാരാണ്? സന്തോഷ് കുമാർ. നോവൽ ഏതാണ്? തപോമയുടെ അച്ഛൻ. ക്ലിയർ ആണ്? അപ്പം 2024 നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. 2024 48ാമത് വയലാർ പുരസ്കാര ജേതാവാരാണ്? അശോകൻ ചെരുവിൽ. കൃതി ഏതാണ്? കാട്ടൂർ കടവ്. 2024 48ാമത് വയലാർ പുരസ്കാര ജേതാവാരാണ്? അശോകൻ ചെരുവിൽ. കൃതി ഏതാണ്? കാട്ടൂർ കടവ്. അടുത്ത ചോദ്യം നോക്കാം. 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ ലഭിച്ച മലയാളി നടൻ ആരാണ്? ടൊവിനോ തോമസ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ ലഭിച്ച മലയാളി നടൻ ആരാണ്? ടൊവിനോ തോമസ് ആണ്. അടുത്ത ചോദ്യം, 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഘടന ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറഞ്ഞ സംഘടനയാണ്. ഈ ഒരു സംഘടന ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ്. അതായത് NGO ആണ്. അതുപോലെ തന്നെ സ്ഥാപക സഫീന ഹുസൈൻ ആണ് കേട്ടോ. സഫീന ഹുസൈൻ ആണ് സ്ഥാപക. അതായത് സഫീന ഹുസൈൻ 2007 ഈ ഒരു സംഘടന സ്ഥാപിച്ചത്. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഘടന ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ്. ഈ എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറഞ്ഞ സംഘടന സ്ഥാപിച്ചത് സഫീന ഹുസൈൻ ആണ്. 2007 ഈ ഒരു സംഘടന സ്ഥാപിച്ചത്. ഈ ഒരു സംഘടന എന്തിനു വേണ്ടിയുള്ള സംഘടനയാണ്? ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സംഘടനയാണ്. ഒരു NGO സംഘടനയാണ് ഈ എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറഞ്ഞ സംഘടന. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? മോഹൻലാലാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരമായിട്ടുള്ള നമ്മുടെ ലാലേട്ടനാണ് ലഭിച്ചത്. അപ്പോൾ നമ്മളല്ലാതെ TV-കളിലും ഒക്കെ അറിഞ്ഞതാണ്. ഇത് PVK ചോദിച്ചൊരു ചോദ്യമാണ് കഴിഞ്ഞ ഒരു മാസം നടന്ന പരീക്ഷയ്ക്ക്. അപ്പം ഇനി റിപ്പീറ്റ് ചെയ്യാം. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? മോഹൻലാലാണ്. അതുപോലെ തന്നെ അവാർഡ് ലഭിക്കുന്ന 2ാമത്തെ മലയാളി കൂടിയാണ് മോഹൻലാൽ കേട്ടോ. അപ്പോൾ ആദ്യത്തെ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം അവാർഡ് ലഭിക്കുന്ന ആളാണ് മോഹൻലാൽ കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടി എന്താണ്? മലയാളം വാനോളം ലാൽസലം കേട്ടോ. മലയാളം വാനോളം ലാൽസലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടി ഏതാണ്? മലയാളം വാനോളം ലാൽസലാം. മലയാളം വാനോളം ലാൽസലാം എന്ന് പറഞ്ഞ പരിപാടിയാണ്.
അടുത്ത ചോദ്യം, 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് കേട്ടോ. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവായിരുന്നു ഇവർ. അതുപോലെ തന്നെ വെനസ്വേലൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തക കൂടിയാണ് ഈ മരിയ കൊറീന മച്ചാഡോ കേട്ടോ. അപ്പോൾ 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? മരിയ കൊറീന മച്ചാഡോ, വെനസ്വേലൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അടുത്തത് 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ലാസ്ലോ ക്രസൻ ഹോർക്കെയാണ് കേട്ടോ. ഹോർക്കെയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ആർക്കാണ്? ലാസ്ലോ ക്രസ്ന ഹോർക്കെയ്ക്കാണ് ലഭിച്ചത്. ഇവരൊരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു ഹംഗേറിയൻ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നോബൽ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത്? ജോയൽ മോക്കറിനും ഫിലിപ്പ് പാക്യുയോണും പീറ്റർ ഹോവിറ്റിനും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ജോയൽ മോക്കർ, ഫിലിപ്പ് പാക്യുയോൺ, പീറ്റർ ഹോവിറ്റ്. അടുത്ത ചോദ്യം, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ അഥവാ MOFSന്റെ വികസനത്തിന് 2025 രസാന്തരത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുസുമ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. അപ്പോൾ 2025 രസാന്തരത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുസുമ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗിയാണ്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള അതായത് മെഡിക്കൽ വിഭാഗത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. മേരി ബ്രൈൻഗോവ്, ഫ്രെഡ് റാംസെല്, ഷിമോൻ സഗാകുച്ചി. 2025 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ജോൺ ക്ലർക്ക്, മിഷേൽ എച്ച് ഡേവോറൈറ്റ്, ജോൺ എം മാർട്ടിനസിനുമാണ് ലഭിച്ചത്. നമ്മൾ ഈ നോബൽ പ്രൈസിൻ്റെ 2025 നോബൽ പ്രൈസിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതിനകത്ത് നമ്മൾ വളരെ കോഡൊക്കെ വെച്ചാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതൊന്ന് പോയി കാണാൻ ശ്രമിക്കണം. നമ്മുടെ പഠിച്ചിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാൻ ശ്രമിക്കണം. വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് കേട്ടോ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, 2025 കേരള സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ MR രാഘവ വാര്യർക്കാണ് കേട്ടോ. ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം ലഭിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് PYQ ആണ്. കഴിഞ്ഞ മാസം നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അപ്പം ഇനി നാളെ നടക്കാൻ പോകുന്നത്, അതായത് പ്രസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. പഠിച്ചു വെച്ചോളൂ. 2025 കേരള സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. രാഘവ വാര്യർ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കേരള പ്രഭ, അതായത് 2025 കേരള പ്രഭ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്നാമത്തെ ആൾ PB അനീഷ്. അനീഷിന് എന്തിനാണ് ലഭിച്ചത്? കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കും. അതുപോലെ തന്നെ രാജശ്രീ വാര്യർക്ക് എന്തിനാണ് ലഭിച്ചത്? കലാരംഗത്തെ, അതായത് നൃത്തം, സംഗീതം, ആ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുമാണ് ലഭിച്ചത്. ഇനി 2025 കേരളശ്രീ പുരസ്കാരം. 2025 കേരളശ്രീ പുരസ്കാരത്തിന് വിവിധ മേഖലകളിൽ നിന്നുള്ള 5 പേർ അർഹരായിട്ടുണ്ട്. കേരളശ്രീ പുരസ്കാരം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമത്തെ ആൾ ശശികുമാർ, മാധ്യമപ്രവർത്തനം ശശികുമാർ. രണ്ടാമത്തെ ആൾ ഷഹൽ ഹസൻ മുസലിയാർ, വിദ്യാഭ്യാസ മേഖല. MK വിമൽ ഗോവിന്ദ്, സ്റ്റാർട്ടപ്പ് സാങ്കേതിക വിദ്യ. ജിലുമോൾ മാരിയറ്റ് തോമസ്, സാമൂഹിക സേവനം. അഭിലാഷ് ടോമി കായികം. ഈ ഇത്ര 5 പേർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. അതായത് നമ്മളൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ടെലഗ്രാമിലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും, അതായത് 6 മാസത്തെ ഒരു കോഴ്സാണ്. ഇനി നമുക്ക് നിരവധി പരീക്ഷകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതായത് ബിവറേജ് LD, അതുപോലെ തന്നെ ബെവ്കോ LD, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻസ്, സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിൻ്റെ മെയിൽ എക്സാം. അതുകൂടാതെ തന്നെ വേറെ ഏതൊക്കെയാണ് ഇഷ്ടംപോലെ പരീക്ഷകളാണ്. ഡിഗ്രി ലെവൽ എക്സാംസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ഈ പരീക്ഷകൾക്കായിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സിനായിട്ട് നമ്മുടെ കൂട്ടുകാരികൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ഒരു ബാച്ച്, ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടെലഗ്രാമിലാണ്. ഡെയിലി ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് വരുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് കാണുന്നത്. ഒരു 1 hour ക്ലാസ്സസ് ആണ് കാണുന്നത്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ളൊരു ക്ലാസ് ആയിരിക്കും.
നമ്മൾ ലൈവായിട്ടൊരു ക്ലാസ് വരുന്നത്, ലൈവ് ഓഡിയോ ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ ആ ലൈവ് ക്ലാസ്സിന് കാണാൻ പറ്റാത്ത കൂട്ടുകാരാണെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് വെറും കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു കോഴ്സ് ഫീ ആയിട്ട് വരത്തുള്ളൂ. നിങ്ങൾക്ക് 6 മാസത്തേക്ക് വേണ്ടുന്ന കംപ്ലീറ്റ് കറണ്ട് അഫെയർ മെറ്റീരിയൽ നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജനുവരി 25 അതായത് നമ്മുടെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ കഴിഞ്ഞതിന് അടുത്ത ദിവസമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ജനുവരി 25. അപ്പോൾ വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും ജനുവരി 25 മുതലുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. അപ്പം ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇൻട്രാക്ഷൻ നടത്തി തന്നെ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു പോകാം. കറണ്ട് അഫയേഴ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ സാധിക്കുന്നതാണ്. ഇവർ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ എടുക്കുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് PDF നോട്ട്സ്, ക്ലാസ്സസ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ ജനുവരി 25 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണേ? അപ്പം നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റിലോട്ട് പോവാം. ഒരു മിനിറ്റ്. അപ്പോൾ ക്ലാസ്സിന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ജോയിൻ ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 2025 പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരനാരാണ്? MT വാസുദേവൻ നായരാണ്. നമ്മൾ പഠിച്ചതാണ് MT വാസുദേവൻ നായർ. അപ്പോൾ എന്താണ് 2025 പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരനാരാണ്? MT വാസുദേവൻ നായർ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഒന്നാമത്തെ ആൾ PR ശ്രീജേഷ്. നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല, മലയാളിയാണ്. അതുപോലെ തന്നെ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറൊക്കെയാണ് ഈ PR ശ്രീജേഷ് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ആളാരാണ്? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. ഹൃദ്രോഗ വിദഗ്ധരാണ് കേട്ടോ. ഹൃദ്രോഗ വിദഗ്ധരാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഒന്നാമത്തെ ആൾ PR ശ്രീജേഷ്, ഹോക്കി വിഭാഗം. രണ്ടാമത്തെ ആൾ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, ഹൃദ്രോഗ വിദഗ്ധൻ. ഇനി 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഒന്നാമത്തെ ആൾ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, സംഗീതജ്ഞ. രണ്ടാമത്തെ ആൾ IM വിജയൻ, ഫുട്ബോൾ കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളികളുടെ കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കും. പത്മശ്രീ മലയാളികളുടെ കാര്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, സംഗീതജ്ഞയും. അതുപോലെ തന്നെ IM വിജയൻ, ഫുട്ബോൾ താരവുമാണ്. അടുത്തത്, തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരം എന്ന നിലയിൽ 2025 പത്മഭൂഷൺ ലഭിച്ച നടി ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട നടിയായിട്ടുള്ള പഴയ നടിയായിട്ടുള്ള ശോഭനയ്ക്കാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരം എന്ന നിലയിൽ 2025 പത്മഭൂഷൺ ലഭിച്ച നടി ആരാണ്? ശോഭനയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അഖിൽ P ധർമ്മജനാണ്. കൃതി ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി. ഈ ഒരു നോവൽ ഒട്ടുമിക്ക കൂട്ടുകാരെല്ലാം വായിച്ചിട്ടുള്ളൊരു നോവലായിരിക്കും, റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ നോവൽ. ഇത് ട്രെൻഡിങ്ങിലൊക്കെ വന്നിട്ട് നോവലാണ്. അപ്പോൾ ആ ഒരു നോവലിനാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എന്താണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അഖിൽ P ധർമ്മജൻ. കൃതി ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ്? ശ്രീജിത്ത് മൂത്തേടത്തിനാണ് കേട്ടോ. ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. പെൻഗിനുകളുടെ വൻകരയിൽ എന്ന് പറഞ്ഞ കൃതിക്കാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശ്രീജിത്ത് മൂത്തേടത്ത്. പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. അപ്പോൾ എന്തൊരു വിരോധാഭാസം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഡൊണാൾഡ് ട്രംപിനാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖാണ്. സ്ഥിരമായിട്ട് ഈ ഇടയ്ക്ക് നടന്ന പരീക്ഷകളിൽ PYക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ടിൽ നിന്ന്. അപ്പോൾ ഇനിയും ചോദിക്കാം.
അപ്പോൾ ബാനു മുഷ്താഖിനാണ് ലഭിച്ചത്. അതുപോലെ തന്നെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഹാർട്ട് ലാമ്പാണ്. ഈ ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? ദീപ ഫസ്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖ്. കൃതി ഏതാണ്? ഹാർട്ട് ലാമ്പ്. ഈ ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ഫസ്തി. 2025 സമാധാന നോബൽ സമ്മാനം ലഭിച്ച മരിയ കൊറീന മച്ചാഡോ തൻ്റെ മെഡൽ ആർക്കാണ് സമ്മാനിച്ചത്? ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ സമാധാന നോബലിനെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചാണ് 2025 സമാധാന നോബൽ സമ്മാനം ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോക്കാണ്. ഈ മരിയ കൊറീന മച്ചാഡോ എന്ന് പറഞ്ഞാൽ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അതുപോലെ തന്നെ വെനസ്വേലയിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. നമ്മൾ ഈ ഒരു അടുത്തിടെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വെനസ്വേല പിടിച്ചടക്കി അവിടെ ഒരു സമാന്തര ഗവൺമെൻറ് രൂപീകരിച്ചു. അപ്പം അങ്ങനെ രൂപീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആരാണ്? മരിയ കൊറീന മച്ചാഡോ ആണ്. അപ്പോൾ പുതിയൊരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ മരിയ കൊറീന ആയിരിക്കുമല്ലോ അതിൻ്റെ നേതാവായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? അവർക്ക് കിട്ടിയ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ അത് വെച്ച് കണക്ട് ചെയ്തോണേ. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വെനസ്വേലൻ മനുഷ്യാവകാശ പ്രവർത്തകയും പ്രതിപക്ഷ നേതാവും ആയിരുന്ന മരിയ കൊറീന മച്ചാഡോ തൻ്റെ മെഡൽ ആർക്കാണ് സമ്മാനിച്ചത്? ഡൊണാൾഡ് ട്രംപിനാണ്. അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ്. സംസ്ഥാനത്തെ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ രക്ഷിതയാണ് കേട്ടോ. ഓപ്പറേഷൻ രക്ഷിത. സംസ്ഥാനത്തെ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത. അടുത്ത നോക്കാം. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. കർണാടകയിലെ മൈസൂരാണ് കേട്ടോ. അപ്പോൾ രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂരിലാണ്. മൈസൂർ, കർണാടക. 2025 ആസിയാനിൽ 11ാമത് രാജ്യമായി ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണ്? കിഴക്കൻ തിമോർ കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 ആസിയാനിൽ, ആസിയാൻ എന്ന് പറഞ്ഞാൽ കുറേ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണല്ലോ. ആസിയാൻ കൂട്ടായ്മയിൽ 11ാമത് രാജ്യമായി ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം. ഏത് രാജ്യമാണ്? കിഴക്കൻ തിമോർ. കിഴക്കൻ തിമോർ. കാഴ്ച പരിമിതരുടെ ആദ്യ വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയതാരാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. കാഴ്ച പരിമിതരുടെ ആദ്യ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഈ ഒരു മത്സരം നടന്ന വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം. ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ഈ ഒരു മത്സരം നടന്ന വേദി കേട്ടോ. അടുത്തത് 2025 ONV സാഹിത്യ പുരസ്കാരം. 2025 ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ്? എൻ പ്രഭാവർമ്മയ്ക്കാണ്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? എൻ പ്രഭാവർമ്മ. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം. രാജ്യത്തെ തന്നെ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം. ക്ലിയർ ആണേ. ഇനി 2025 ഹരിവരാസന പുരസ്കാരം ജേതാവാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് കേട്ടോ. അപ്പോൾ 2025 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാരാണ്? വിയ്യപുരം ചുണ്ടനാണ് കേട്ടോ. വിയ്യപുരം ചുണ്ടൻ. അപ്പോൾ എന്താണ്? 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാരാണ്? വിയ്യപുരം ചുണ്ടൻ. ഇനി നോക്കാം. ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി 10ാം തവണയും ചുമതലയേറ്റതാരാണ്? നിതീഷ് കുമാറാണ് കേട്ടോ. അപ്പം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി 10ാം തവണയും ചുമതലയേറ്റതാരാണ്? നിതീഷ് കുമാർ. വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? നാരായണ ഭട്ടതിരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യ ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒന്നുകൂടെ പറയാം. വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? നാരായണ ഭട്ടതിരിയാണ് കേട്ടോ. നാരായണ ഭട്ടതിരിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. നമ്മുടെ ചാനൽ നിങ്ങളും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞൊരു ബാച്ചില്ലേ, കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ച് നമ്മൾ ജനുവരി 25 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പം ഞാൻ ആ പറഞ്ഞിട്ടുള്ള നമ്പറിലോട്ട്
നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു നമ്പറുണ്ട്. ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പാർട്ട് നമുക്ക് പക്കയാക്കി വെക്കാം. നമ്മുടെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡെയിലി ക്ലാസ് ആയിരിക്കും വരുന്നത് 25 മുതൽ. താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പരിഗണിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തു. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു ക്ലാസ് പെട്ടോ. അതുപോലെ തന്നെ പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ക്ലാസ് ഇട്ടിരുന്നു. ഈ വരും ദിവസങ്ങളിൽ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ പുറകെയായിട്ട് മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് വരുന്നതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും വരുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തി വെക്കുക. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടുന്ന എന്നാൽ കഴിയുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ഞാൻ ക്ലിയർ ആക്കി നിങ്ങൾക്ക് തരാം. അപ്പം ചാനൽ മാക്സിമം ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.